ബലിപ്പെരുന്നാളിൻ്റെ ഈ ചെറിയ ഓർമ്മദിനം എല്ലാവർക്കും സുഖപ്രദമായിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. സ്നേഹവാനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. സ്നേഹനിധിയായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. വന്നാലും എൻ്റെ ബോധ്യം കൊണ്ട് തീരുമാനമെടുപ്പിക്കുന്നത് അയാൾ വേണ്ട. അയാൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്നവൻ പുറത്ത്. നിങ്ങൾ അപ്പുറത്തേക്ക് നോക്കൂ, LDFിലേക്ക് നോക്കൂ. അവിടെ മുകേഷ് ഇരിക്കുന്ന കണ്ടില്ലേ, ഗണേശൻ ഇരിക്കുന്ന കണ്ടില്ലേ. ഞങ്ങൾ അപ്പം തന്നെ നടപടിയെടുത്തില്ലേ. ഒരാരോപണം എവിടെ നിന്നോ വന്ന സമയത്ത് തന്നെ ചാനലിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കണ്ട ഉടൻ തന്നെ അയാളിൽ നിന്ന് ഞങ്ങൾ അയാളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം പിടിച്ചു വാങ്ങിയില്ലേ. ആ വോയിസ് ചാറ്റ് വന്ന സമയത്ത് തന്നെ അയാളോട് പറഞ്ഞില്ലേ, താങ്കൾ ഇനി മുതൽ ഞങ്ങളുടെ MLA പാനലിൽ, അതായത് പാർലമെന്ററി പാർട്ടിയിൽ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. നിയമസഭയിൽ താൻ വരരുതെന്ന് പറഞ്ഞു. അവനോട് ഇഷ്ടമുള്ളവരോട് പറഞ്ഞു. എനിക്ക് നാണക്കേടാണ്, എനിക്ക് അവനെ കാണുന്നതിന് ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞൊരാളുണ്ടായിരുന്നു. ആരാണെന്നറിയില്ലേ? സ്നേഹവാനായ ആശാൻ, സതീഷ് ആശാൻ. ഇപ്പം എന്തു പറ്റി? പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് കോൺഗ്രസ് പിന്തുണയുടെ മത്സരിക്കുന്ന, ഇനി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണെന്ന് അറിയില്ല, തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിന് വേണ്ടി കത്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ വാർത്ത വന്നിട്ടില്ല, അല്ല അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല. ഒറ്റപ്പാലത്ത് PK ശശി എന്ന് പറയുന്ന ഒരാളുണ്ട്. PK ശശി ആരാണ്? തീവ്രത കുറഞ്ഞ നിരവധിയായ കാമഭ്രാന്ത് കാണിച്ച ആള് എന്നാണ് സതീശനും കോൺഗ്രസ്സുകാരും ഈ അടുത്ത സമയത്ത് തന്നെ പ്രസംഗിച്ചുകൊണ്ടുള്ളത്. ഒരു മാസം മുമ്പ് വരെ പ്രസംഗിച്ചിട്ടുണ്ട്. ആ PK ശശിക്ക് വേണ്ടി UDFിൻ്റെ പിന്തുണയുള്ള സ്വതന്ത്രനായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാലും വോട്ട് പിടിക്കാൻ പോകുമ്പോൾ ഈ പറഞ്ഞ സ്നേഹവാനായ ആശാന് എന്ത് ബോധ്യമാണുള്ളത്? അതോ ആശാൻ ശശിയോട് ക്ഷമിച്ചോ? ആശാനും ശശിയും തങ്ങളുടെ ഇടയ്ക്ക് ചായുള്ളതുകൊണ്ട് ക്ഷമിച്ചതാണോ? പക്ഷെ അങ്ങനെ അവിടെ പോയി വോട്ട് പിടിക്കാൻ പോകുന്ന നിങ്ങൾക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ദിവസം പോലും അയാൾക്കെതിരെയുള്ള മുൻകൂർ ജാമ്യം തള്ളണമെന്നുള്ള കോടതിയിലേക്ക് കൊടുത്ത അപ്പീൽ കേസ് തള്ളിപ്പോയ സാഹചര്യത്തിൽ പോലും അതിനെപ്പറ്റി ഒരു കമ എന്നൊരക്ഷരം മിണ്ടാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ആശാനെ ഓർമ്മ വേണം. ഈ PK ശശിയെ പോലുള്ളവരും CPMന് വേണ്ടി അഹോരാത്രം പണിപ്പെടുകയും നിങ്ങളെയൊക്കെ തെറിവിളിക്കുകയും നിങ്ങളെയൊക്കെ നഖശികാന്ത് എതിർക്കുകയും അതിനുവേണ്ടി സ്റ്റേജ് ബൈ സ്റ്റേജായി പ്രസംഗിച്ച് നടക്കുകയും ചെയ്താൽ നിങ്ങളെയൊക്കെ നിയമസഭയിൽ ഉൾപ്പെടെയുള്ള പ്രസംഗിച്ച് നടന്ന CPMന്റെ പല നേതാക്കന്മാരും CPM വിട്ട് പുറത്തു വന്നപ്പോൾ അവരെ നിങ്ങൾ പിന്തുണയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി അടികൊണ്ട ജയിലിൽ കിടന്ന നിങ്ങളുടെ പാർട്ടിയുടെ യുവജന വിഭാഗത്തിലൂടെ നിങ്ങളുടെ പാർട്ടിയെ ഈ സർക്കാരിനെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2-3 വർഷമായിട്ട് ഈ സർക്കാരിനെ നിരന്തരം സമരം ചെയ്ത് തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരുടെ തലയ്ക്ക് ചട്ടി കൊണ്ട് അടികൊണ്ടപ്പോഴും അവരെ പോയി കാണുകയും അവരോടൊപ്പം നിൽക്കുകയും ജനങ്ങളോടൊപ്പം നിൽക്കുകയും സമരങ്ങൾ നടത്തുകയും ചെയ്ത ഒരു യുവജന നേതാവിനെ താങ്കൾ വളരെ നിർദക്ഷിണ്യം തള്ളിക്കളഞ്ഞു എന്ന് പറയുമ്പോഴാണ് എൻ്റെ പൊന്നാശാനെ, സ്നേഹവാനായ ആശാനായ താങ്കളുടെ ക്ഷമയുടെ നെല്ലിപ്പലകയെ എന്ത് വെച്ച് അളന്നെന്നറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കാത്ത എൻ്റെ വിഷയമല്ല. പക്ഷെ നമ്മൾ നിലപാടെടുക്കുമ്പോൾ ആ നിലപാട് കർക്കശമുള്ളതായിരിക്കണം. PK ശശിയെ നിങ്ങളവിടെ PK ശശി അവിടെ സ്വതന്ത്രനായി മത്സരിച്ചു നോക്കുക. നിങ്ങളുടെ സ്ഥാനാർത്ഥി ഈസിയായിട്ട് അവിടെ ജയിക്കില്ലേ? അതുപോലെ തന്നെ വന്നിട്ടുള്ള ഓരോ സഖാക്കളെയും അവരവിടെ സ്വതന്ത്രരായി മത്സരിക്കുമ്പോൾ അവരെ പിന്തുണയ്ക്കുന്നതിന് പകരം നിങ്ങളുടെ സ്ഥാനാർത്ഥി ഈസിയായിട്ട് അവിടെ ജയിപ്പിച്ചെടുക്കാമെന്നിരിക്കുമ്പോൾ സ്നേഹവാനായ ആശാൻ എന്ത് സംഭവിച്ചു ബോധ്യങ്ങളുടെ രാജകുമാരന്? അതും അറബിക്കടൽ എമ്പി വന്നാലും തൻ്റെ ബോധ്യങ്ങളാണ് വലുതെന്ന് പറയുന്നത്. താങ്കൾക്ക് ഇപ്പോൾ എന്ത് ബോധ്യമാണ് ഇതിനെ പൊതുസമൂഹത്തിൽ പറയാനുള്ളതെന്ന് ചോദിക്കേണ്ടി വരും. താങ്കളെപ്പോലുള്ള നേതാവിനെ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ചോദിക്കാൻ അവസരം കിട്ടിയാൽ ഞാനാണെങ്കിൽ ചോദിച്ചിരിക്കും. അത് ചോദിക്കാൻ ഇവിടുത്തെ ഒരു മാപ്പറുകൾക്കും താല്പര്യമില്ല. കാരണം ഇതൊക്കെ അവർ ആർക്കൈവിൽ വെച്ച് അടക്കി വെച്ചിരിക്കുകയാണ്, പണയം വെച്ചിരിക്കുന്നത് പോലെ കൊണ്ട് ലോക്കറിൽ വെച്ചിരിക്കുകയാണ്. അവർക്കൊന്നും പ്രശ്നമല്ല. എന്ത് തീവ്രത അളക്കുന്ന പുതിയ സ്കെയിൽ വെച്ചാണ് നിങ്ങൾ ശശിയുടെ പീഡന പരാതികളുടെ തീവ്രത അളക്കുന്നത് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശശിക്ക് ഒരു നിയമവും കോൺഗ്രസ്സുകാരനായി വളർന്ന് കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് കോൺഗ്രസ്സുകാരനായ അച്ഛൻ്റെ മകനായി കോൺഗ്രസ്സുകാരനായി ബാല്യം തൊട്ട് നടന്ന് ഇന്നും പാർട്ടി നേതാക്കന്മാർ പറയുന്നതും നിങ്ങളുടെ പാർട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമ്പോൾ അപ്പോൾ തന്നെ തനിക്ക് ചെയ്യാൻ പറ്റുന്ന ഫേസ്ബുക്ക് പോസ്റ്റും തൻ്റെ സുഹൃത്തുക്കളുടെ IDയിലും എല്ലാം കയറി കോൺഗ്രസിന് അനുകൂലമായി നിലപാടെടുക്കുകയും കോൺഗ്രസിനെ എതിർക്കുന്നവരെ നഖശിഖാന്തം എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും നിങ്ങൾ കൊടുത്ത ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച നിങ്ങളാണ് നിങ്ങളെപ്പോലുള്ള നേതാക്കന്മാരാണ് തൻ്റെ നേതാവെന്ന് പറയുകയും നിങ്ങളുടെ പാർട്ടിയാണ് തൻ്റെ പാർട്ടി എന്നും പറഞ്ഞു നടക്കുന്ന രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് പാലക്കാട് ജില്ലയിൽ സീറ്റ് കൊടുക്കാതെ നിങ്ങൾ പോയി ബോധ്യങ്ങളുടെ രാജകുമാര നിങ്ങൾ പോയി PK ശശിക്ക് സീറ്റ് കൊടുത്തപ്പോൾ കേരള സമൂഹം നിങ്ങളെ എന്ത് വിളിക്കണം എന്നാണ് സതീശൻ പറയാനുള്ളത്. സതീശനോടൊപ്പം നിൽക്കുന്ന രമേശിന് ഇതിന് മറുപടി പറയേണ്ട ബാധ്യതയുണ്ട്. K മുരളീധരന് ബാധ്യതയുണ്ട്.
കാരണം നിങ്ങളെല്ലാം കൂടി ചേർന്ന് ത്രിമൂർത്തികളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തെ ഈ പരുവത്തിലാക്കി എടുത്തത്. അതുകൊണ്ട് നിങ്ങൾ അതിന് മറുപടി പറയേണ്ടിയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തതിന് എന്ത് സംഭവിക്കുമായിരുന്നു എന്ന ചോദ്യത്തിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലായിരിക്കും. ഒരുപക്ഷെ വീണ്ടും ഒരു കേസ് അവൻ്റെ മണ്ടയിൽ വെക്കും. അപ്പോഴും കേരള സമൂഹം അവനെ ഏറ്റെടുത്തിരുന്നു എന്ന് നിങ്ങൾ ഓർക്കണം. ഒരുപക്ഷെ നെഗറ്റീവ് ഇമേജായി മാറിപ്പോകേണ്ട ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് നെഗറ്റീവ് ഇമേജായി പോയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തെ തൊട്ടടുത്ത ദിവസം തൊട്ട് കേരളത്തിലെ ജനങ്ങൾ ശിരസ്സാവഹിച്ചു, ശിരസിലേറ്റി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത് അവൻ്റെ PR വർക്കാണെന്ന് നിങ്ങൾ പറയാം. ഒരു PR വർക്കും അല്ല. രാഹുലിന് വേണ്ടി നല്ല വീഡിയോ അല്ലാത്ത രാഹുലിനെ വിമർശിച്ചുകൊണ്ട വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഞാൻ. പക്ഷേ 1 രൂപ ഒരാളുടെ നിന്ന് വാങ്ങാതാണ് ഞങ്ങളൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ നിങ്ങളുടെ ബോധ്യമാണ്. നിങ്ങളുടെ ബോധ്യങ്ങൾ എങ്ങനെങ്കിലും ഒരിക്കൽ തെറ്റുന്നതായി സതീശ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ മനസ്സിലെങ്കിലും ഒരു മാപ്പ് പൊതുസമൂഹത്തിന് പറയണം. നിങ്ങളുടെ പല തീരുമാനങ്ങളെ ഞങ്ങൾക്ക് വളരെ അംഗീകാരത്തോടെ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന പല തീരുമാനങ്ങളെ നിങ്ങൾ മുൻകാലങ്ങളിൽ എടുത്ത പല തീരുമാനങ്ങൾ നല്ലതായിരുന്നു. നിങ്ങളുടെ പ്രസംഗങ്ങൾ നല്ലതായിരുന്നു. നിങ്ങൾ നന്നായി വിഷയം അവതരിപ്പിക്കാൻ അറിയാവുന്ന ആളും കാണുന്നിടത്തെല്ലാം രാഷ്ട്രീയം പറയാത്ത നല്ലൊരു പൊതുപ്രവർത്തകനാണെന്നും വ്യക്തമായി അറിയാവുന്നവരാണ് ഞങ്ങളൊക്കെ നിങ്ങളെ പഠിക്കുന്ന ആൾക്കാരാണ്. ആ കൂട്ടത്തിൽ നിങ്ങൾ സ്നേഹവാനായ ആശാനെ നിങ്ങൾ എന്ത് അർത്ഥത്തിലാണ് ഈ പറഞ്ഞ PK ശശിയോട് ക്ഷമിച്ചത് എന്നുകൂടി പറയണം. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ വീട്ടിലും ചുറ്റുവട്ടത്തും അയലത്തും നിങ്ങൾക്ക് വളർത്തുപുത്രികളായ പെൺകുട്ടികളൊക്കെ ധാരാളം ഉണ്ടെന്ന്. ഇപ്പോൾ കോൺഗ്രസിലെ വനിതകളെല്ലാം മാറിയോ? അല്ലെ ഒറ്റപ്പാലത്തെ മുഴുവൻ സ്ത്രീകളും മാറി അവരെല്ലാം പുരുഷന്മാരായോ? PK ശശി അവിടെ നിങ്ങൾ നിർത്താനായി സ്നേഹവാനായ ആശാനെ നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്ന് നിങ്ങൾ പാലക്കാട്ടെ ജനങ്ങളോടല്ല പറയേണ്ടത്, കേരള സമൂഹത്തോടാണ് പറയേണ്ടത്. നിങ്ങൾ പാലക്കാട് മണ്ഡലത്തിൽ രാഹുലിനെ ജയിപ്പിച്ച ആൾക്കാരോടല്ല സംസാരിച്ചത്. നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് പറഞ്ഞത് എൻ്റെ ബോധ്യങ്ങളാണ് ശരിയെന്ന്. ആ ബോധ്യം തെറ്റിയിരിക്കുന്നു. അറബിക്കടലിൽ ഇരമ്പി വന്നാലും നിങ്ങളുടെ ബോധ്യം മാറ്റില്ല എന്ന് പറഞ്ഞ ബോധ്യം നിങ്ങൾ മാറ്റിയിരിക്കുന്നു. എന്ന് വെച്ചാൽ നിങ്ങളുടെ വാക്കിന് വിലയില്ലാതായിത്തീരിക്കുന്നു. സ്നേഹവാനായ ആശാനെ, നിങ്ങളോട് ഞങ്ങൾ എങ്ങനെ ക്ഷമിക്കും എന്ന് മാത്രം പറയുക. PK ശശി നിങ്ങളുടെ അളിയനല്ലല്ലോ. PK ശശി നിങ്ങളുടെ അമ്മാവൻ്റെ മകനല്ലല്ലോ. PK ശശി നിങ്ങളുടെ ആരാണ്? CPM എന്ന പാർട്ടി എന്ന് പറഞ്ഞ് കളഞ്ഞ ഒരാൾ അവരുടെ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞ് ഇപ്പോൾ അവർ പറയുന്നത് അവരുടെ പാർട്ടി ഓഫീസിലേക്ക് സ്ത്രീകൾ ചെല്ലുന്നുണ്ട്. പണ്ട് ചെല്ലത്തില്ലായിരുന്നു PK ശശി ഉള്ളപ്പോൾ. ആ PK ശശിയെ നിയമസഭയിൽ അകത്തും പുറത്തും ഒക്കെ കിടന്ന് നിങ്ങൾ പറഞ്ഞ് നശിപ്പിച്ച് കളഞ്ഞ PK ശശിയെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഏതോ വലിയൊരു കാളയേക്കായി വലിയൊരാൾ എന്നൊക്കെ പറയാം. ഗണേശനേക്കായാലും വലിയൊരാൾ, അല്ലെങ്കിൽ ഗണേശനോളം പറ്റുന്ന ഒരാൾ എന്തൊക്കെ നിങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ നിങ്ങൾ എന്ത് സ്നേഹവായ്പിൻ്റെ പുറത്താണ്, എന്ത് ബോധ്യത്തിൻ്റെ പുറത്താണ് അയാളെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചതെന്ന് ഒരു കേരള സമൂഹത്തോട് 1 സെക്കൻഡ് പറയാനുള്ള ബാധ്യത അല്ലയോ സ്നേഹനിധിയായ ആശാനെ സതീശ നിങ്ങൾക്കുണ്ട്. അറബിക്കടലിൽ ഇരമ്പി വരുന്ന ഒരു സമയമുണ്ടാകും സതീശ. അന്ന് താങ്കളുടെ ബോധ്യം തെറ്റായിത്തീരും. അങ്ങനെ ഒരാളും ഒരിക്കലും ഇങ്ങനെ ചവിട്ടി മെതിക്കപ്പെട്ട് കിടക്കില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ഗ്രിപ്പ്, കഴിവ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കഴിവല്ല, രാഷ്ട്രീയപരമായ കഴിവ്, രാഷ്ട്രീയത്തിലുള്ള അപാരമായ തൻ്റെ പാണ്ഡിത്യം താങ്കൾ ഒരിക്കൽ തിരിച്ചറിയും. ആ തിരിച്ചറിയുമ്പോഴേക്കും താങ്കൾ ചെയ്തതെല്ലാം തെറ്റാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ടാവുമെങ്കിൽ ബോധ്യങ്ങളുടെ രാജകുമാര, അന്ന് സ്നേഹവാനായ ആശാനായ താങ്കളോട് ഞങ്ങളൊക്കെ ക്ഷമിക്കും. നന്ദി, നമസ്കാരം.